കൂട്ടുകാരെ, കുടുംബവിളക്കിൽ നമ്മുടെ സുമിത്രയുടെ മൂന്നാം വിവാഹം ആ ഒരു ചർച്ചകൾ തന്നെയായിരുന്നു ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ അനിരുദ്ധിൻ്റെ അടുത്തും പ്രതീഷിൻ്റെ അടുത്തൊക്കെ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്, അമ്മയെ കൊണ്ട് ഒരു വിവാഹം കഴിപ്പിക്കുന്നതായിരിക്കും നല്ലത്, ഒരു കൂട്ടുണ്ടാകുന്നത് അമ്മയുടെ ആ ഒരു രോഗത്തിന് എപ്പോഴും നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രതീഷും അനിരുദ്ധും പറയുന്നുണ്ട്, അമ്മയ്ക്ക് നല്ലതാണെങ്കിൽ അതിന് ഞങ്ങൾക്കൊരു തടസ്സവുമില്ല, അമ്മയുടെ ഇഷ്ടം പോലെ, അല്ലെങ്കിൽ അമ്മയ്ക്ക് നല്ലത് വരുന്നത് എന്തും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പ്രതീഷും അനിരുദ്ധും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ ശീതളും സച്ചിയും ഇങ്ങനെ ഇതിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ സച്ചിനും പറയുന്നുണ്ട്, അമ്മയ്ക്ക് അത് അത്യാവശ്യമാണ്, ഒറ്റപ്പെടാൻ നമ്മളും അനുവദിക്കരുത്, നമ്മൾ അതിന് കൂട്ടി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശീതലിൻ്റെ അടുത്തും അവരും സപ്പോർട്ടാണ് കേട്ടോ. എന്തായാലും നമുക്ക് സുമിത്രയുടെ മൂന്നാം വിവാഹം നമുക്ക് കാണുവാൻ സാധിക്കട്ടെ. അപ്പുറത്ത് നമ്മുടെ രഞ്ജിത കട്ടക്കലിപ്പിലാണ്. നമ്മുടെ രഞ്ജിത പറയുന്നുണ്ട്, നാളെ മുതൽ ഇനി സുമിത്രയായിരിക്കും ചെയർമാൻ്റെ ആ ഒരു സീറ്റിൽ ഇരിക്കാൻ പോകുന്നത്, എല്ലാം നശിച്ചു, ഇനി എനിക്ക് ആത്മഹത്യ ചെയ്യേ വഴിയുള്ളൂ, ഇനി ഈ തോറ്റുള്ള ജീവിതം എനിക്ക് പറ്റൂല എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ ഞാൻ സുമിത്രയെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നിങ്ങനെ സമനില തെറ്റി പറയുന്നൊരു രംഗമായിട്ട് നമുക്ക് പ്രൊമോയ്ക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത്. രഞ്ജിതയുടെ ആ ഒരു ക്ലൈമാക്സ് അതെന്താകും? നമ്മുടെ മറ്റുള്ള വേറെ എല്ലാ കാര്യങ്ങളും സോൾവ് ആയി കഴിഞ്ഞു, ഇനി നമ്മുടെ രഞ്ജിത സ്വയം ജീവൻ ഒടുക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ സുമിത്രയുടെ ജീവൻ ഒടുക്കുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം പ്രേക്ഷകർ. എന്തായാലും കാത്തിരിക്കാം, എന്തു ട്വിസ്റ്റായിരിക്കും അവസാനം വരാൻ പോകുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.